ായി നിശ്ചയിച്ചിരിക്കുന്ന ചിന്താവിഷയം ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നുള്ളതാണ്. അധികം ഒന്നും പറയേണ്ടത് ആവശ്യമില്ല. കാരണം ഈ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നാം ഏവരും കേട്ടിട്ടുള്ളത്. ഒരാണ്ടുകൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അനുദിനം ഞങ്ങളോട് ഇടപെടുന്നതിനാൽ സ്തോത്രം, ഞങ്ങളോട് സംസാരിക്കുന്നതിനാൽ സ്തോത്രം. ഏറിയ ബലത്തോടെ ഞങ്ങളെ നിർത്തണം, ശക്തീകരിക്കണം, ചിറങ്കിൽ കാക്കണം. ദൈവമായ കർത്താവേ, അല്പസമയം എന്തിനു ഭാഗീകരിക്കുന്നു? ഏത് ആത്മാവിനാൽ എഴുതപ്പെടുവോ അതേ ആത്മാഗ്രഹിക്കുവാൻ പഠിക്കുവാൻ സഹായിക്കാം. വൻ കൃപയിൽ പൊതിയണം. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. And he said it was very good. കഴിഞ്ഞ 5 ദിവസവും സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞത് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ വളരെ കൃത്യതയോടുകൂടെ പറയുന്നത് ഇങ്ങനെയാണ്: God created and said it is good. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞാണ് പറഞ്ഞത് it is very good. അത് ഏറ്റവും നന്നായിരിക്കുന്നു. എന്നെയും നിങ്ങളെയും നട്ടിരിക്കുന്നത്, എന്നെയും നിങ്ങളെയും നിയോഗിച്ചിരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കാനാണ്. Creation is a continuous process. God created the world and the environment. It is a continuous process. ഒന്ന്, മനുഷ്യനെ സൃഷ്ടിച്ചു. എൻ്റെ ചിന്താവിഷയം തന്നെ മനുഷ്യൻ. ഞാൻ പറയും, ദൈവത്തിൻ്റെ റെപ്രസെന്റേറ്റീവ് ആണ് മനുഷ്യൻ. മാൻ ദ റിയൽ അംബാസഡർ ഓഫ് ക്രൈസ്റ്റ്. അങ്ങനെയെങ്കിൽ എന്നെയും നിങ്ങളെയും നിയോഗിച്ചിരിക്കുന്നത് വലിയൊരു ദൗത്യത്തിനു വേണ്ടിയാണ്. നിയോഗിച്ചിരിക്കുന്നത് ആത്മാവിൻ്റെ ഫലങ്ങളെ കായ്ക്കുവാൻ വേണ്ടിയാണ്. ഈ ആത്മാവിൻ്റെ ഫലങ്ങളെ കായ്ക്കും. ദൈവമേ, നിന്റെ കൃപ എനിക്ക് ധാരാളമായി അവിടുന്ന് തരണമേ. Do we all have LIC policies? ഉണ്ടോ? LIC ഉണ്ടോ? ഓ, എല്ലാവർക്കും LIC ഉണ്ട്, ഇല്ലാത്തവരില്ല. നല്ലത് തന്നെ. ഞാൻ അതിനെ വ്യത്യസ്തതയോടുകൂടെ ചിന്തിക്കുന്നു. ഈ LIC പോളിസി ഉണ്ട്. ഈ LIC പോളിസിയുടെ നമ്പർ എന്താണ്? നമ്മളെല്ലാവരും സൂക്ഷിച്ചിട്ട്. ഇന്ന് പലപ്പോഴും ഞാൻ പറയും, ഈ LIC പോളിസിയുടെ എൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഇത് തിരുവചനമാണ്. എൻ്റെ നമ്പർ ഇതിനകത്തുണ്ട്, എൻ്റെ പേര് ഇതിനകത്തുണ്ട്. ഈ വചനം വായിക്കുമ്പോഴാണ് മനുഷ്യനായി തീരുന്നത്. ഈ LIC പോളിസി എന്ന് മുതൽ ആരംഭിച്ചു? ഒരുപക്ഷെങ്കിൽ ഞാനും നിങ്ങളും ക്രമീകരിക്കുന്ന ദിവസം എന്ന് പറയുന്നത് 20 വർഷമായിരിക്കാം, അല്ലെങ്കിൽ 30 വർഷമായിരിക്കാം. തിരുവചനം എന്നോട് പറയുന്നത്, നിന്റെ പോളിസി ആരംഭിച്ചത് നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോ മുതൽ ഈ വലിയൊരു ഇൻഷുറൻസ് ഞാനും നീയുമായിട്ടുള്ള ബന്ധം ഉണ്ട്. ഒരുപക്ഷെങ്കിൽ 6 മാസം കഴിഞ്ഞായിരിക്കാം ഈ പോളിസി അടയ്ക്കേണ്ടത്. ഒരുപക്ഷെങ്കിൽ 1 വർഷം കഴിഞ്ഞായിരിക്കാം. പക്ഷെങ്കിൽ വചനം പഠിപ്പിക്കുന്നത്, നിന്റെ ഈ പോളിസിയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ മുതൽ എന്നും പ്രാർത്ഥനയാൽ ഈ അക്കൗണ്ടിൽ എന്തുവേലും ഇട്ടുകൊണ്ടേയിരിക്കണം. എന്നും ഈ അക്കൗണ്ടിൽ എന്തുവേലും ഇട്ടുകൊണ്ടേയിരിക്കണം. ഇനി നിങ്ങളുടെ ചോദ്യം, എൻ്റെ അച്ഛാ എന്നും ഇട്ടുകൊണ്ടിരുന്നാൽ എനിക്ക് എന്ത് കിട്ടും? നമ്മളെല്ലാവരും കാക്ഷിക്കുന്ന ഏറ്റവും അവസാനം എന്ത് കിട്ടും? അറ്റ് ലാസ്റ്റ് വാട്ട് ഐ എം ഗോയിങ് ടു ഗെറ്റ്. ഞാൻ പറയട്ടെ, സമൃദ്ധിയായ ജീവൻ കിട്ടും. മനുഷ്യനായ എന്നെ നിങ്ങളെയും സൃഷ്ടിച്ച ഈ ലോകത്തിൽ നട്ടിരിക്കുന്നത്, നിന്നെ അമ്മയുടെ ഉദരം മുതൽ പേർ ചൊല്ലി വിളിച്ച ഒരു ദൈവമുണ്ട്. നിനക്ക് സമൃദ്ധിയായ അനുഭവം, സമൃദ്ധിയായ ജീവൻ നൽകും. ആർക്കൊക്കെയാണ്? എല്ലാ ഇൻഷുറൻസിന് പോയാൽ ഒരു പ്രായപരിധി വെച്ചിട്ടുണ്ട്. ഞാനും നിങ്ങളും ഈ കർത്താവിൻ്റെ സന്നിധിയിലോട്ട് വരുമ്പോൾ അവിടെ പ്രായപരിധിയില്ല. All are eligible. You can receive the gift of God. You just turn to God. Come to God to accept this gift.
ഈ LIC എന്ന് പറഞ്ഞാൽ ഇനി എന്താണ്? നമ്മൾ ലൈഫ് ഇൻഷുറൻസ് പറയേണ്ട ആവശ്യമില്ല. ഞാൻ അതിനെ പറയുന്നത് ലൈഫ് ഇൻഷുർഡ് ഓൺ ക്രോസ്. ലൈഫ് ഇൻഷുർഡ് ഓൺ ക്രോസ്. ഞാനും നിങ്ങളും മനുഷ്യനായി തീരാൻ, ആത്മാവിന്റെ ഫലങ്ങൾ കായ്ക്കുവാൻ വേണ്ടി എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ ഇൻഷുർ ചെയ്തിരിക്കുന്നത് എവിടാണ്? കുരിശിലാണ്. ഈ കുരിശിനെ നോക്കി യാത്ര ചെയ്യുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനായി തീരുന്നത്, ആത്മാവിന്റെ ഫലങ്ങളെ കായ്ക്കുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമതായി, മനുഷ്യർ ദൈവം സൃഷ്ടിച്ച ലോകത്തിന്റെ കാവൽക്കാർ. ആദ്യം ഞാൻ പറഞ്ഞത് മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിനിധികൾ എന്നാണ്. ഹ്യൂമൻ ബീങ് ആസ് ഗോഡ്സ് റെപ്രസെന്റേറ്റീവ്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഹ്യൂമൻ ബീങ് ആസ് കെയർടേക്കേഴ്സ് ഓഫ് ഗോഡ്സ് എർത്ത്. ഇന്ന് ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനത്തെ ഉള്ളതാണ്? ഒരുപക്ഷെങ്കിൽ മെയിൻ്റനൻസ് ചെയ്തങ്ങ് പോകണം എന്ന് ചിന്തിക്കുന്ന ആഗ്രഹം കാണാം. ഒരുപക്ഷെങ്കിൽ ഈ മെയിൻ്റനൻസ് മാത്രം മതി, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. മെയിൻ്റനൻസ് അല്ല അവിടെ ദൈവം ആഗ്രഹിക്കുന്നത്. എന്നെ നിങ്ങളെ നട്ടിരിക്കുന്നത് ടു കീപ് ഇറ്റ് ആൻഡ് ടു ടിൽറ്റ് ഇറ്റ്. ആ സംരക്ഷണം, ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്കും നിങ്ങൾക്കും ജീവിക്കുവാനായിട്ട് അവിടുന്ന് സാധിക്കണം. വി ആർ ദ റിയൽ കെയർ ടേക്കേഴ്സ്. ഇന്ന് ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടുമ്പോഴേ കൊടുക്കുവാൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്ന ഒരു ലോകമാണ്. എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരു ലോകമാണ്. എന്നാൽ കർത്താവ് ക്രൂശിനെ സ്നേഹിച്ചതുകൊണ്ടാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം ആ ക്രൂശിൽ ഇൻഷുർ ആയത്. വാട്ട് ഈസ് ക്രോസ്? ക്രോസ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ഡെത്ത്. മരണത്തിന് വേണ്ടിയുള്ള ഒരു ആയുധമാണ് ഈ കുരിശ്. കർത്താവ് സ്നേഹിച്ചതുകൊണ്ടാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം അവിടുന്ന് ഇൻഷുർഡ് ആയത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതം വളരെ ചെറുതാണ്. നമ്മുടെ വിഷനും മിഷനും വിട്ടാണോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? ഈ LIC പോളിസി എടുക്കുമ്പോൾ പലരും നമ്മളോട് പറഞ്ഞേക്കാം, ഐ വിൽ ഗീവ് യു സം കമ്മീഷൻ, ഐ വിൽ ഗീവ് യു സം ഡൊണേഷൻ. പക്ഷെങ്കിൽ കർത്താവിനടുത്ത് വരുമ്പോൾ there is no commission and no donation. ആർക്കും വരാം, ആർക്കും വരാം, ഏത് സമയവും ചേരാം, ഏജ് ബാർ ഇല്ല. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയോട് അടുത്ത് വരണം എന്നുള്ള വാഞ്ചയുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, രൂപാന്തരപ്പെട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ നമുക്കിടയായി തീരണം. ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ അവിടുന്ന് സാധിക്കണം. ഉത്സാഹത്തോടുകൂടെ, ഓൾവേസ് എവർ റെഡിയായിട്ട് ദൈവത്തിൻ്റെ പാദപീഠത്തിങ്കിൽ വരുവാൻ, ആ സ്നേഹം അനുഭവിപ്പാൻ. ഇനിയും സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾ ചോദിക്കും. ലവ് ഈസ് നോട്ട് ഓൾ അബൌട്ട് ഗെറ്റിംഗ്, ബട്ട് ലവ് ഈസ് ഓൾ അബൌട്ട് ഗിവിങ്. എന്ത് കിട്ടി എന്നുള്ളതല്ല, കൊടുക്കുന്നതാണ് വലുത്. ആത്മാവിൻ്റെ ഫലങ്ങളെ കായ്ച്ച് അത് സഭയ്ക്ക്, സമൂഹത്തിന്, കുടുംബത്തിന് മുതൽക്കൂട്ടായി തീരുവാൻ സർവശക്തൻ നമ്മളെ ഓരോരുത്തരെയും സഹായിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. തലകളെ വണക്കാം.